84 വയസ്സ് തികഞ്ഞ അന്താരാഷ്ട്ര പ്രശസ്തനായ അടൂർ ഗോപാലകൃഷ്ണൻ എന്തിനാണ് ഈ പുതിയ തലമുറയുടെ സംവിധായകരോട് ഇത്ര തരത്തിലുള്ള വൈര്യനിരാധന ബുദ്ധി? അതിൻ്റെ ആവശ്യം അടൂർ ഗോപാലകൃഷ്ണൻ എന്താണുള്ളത്? ഏത് മനസ്സിൻ്റെ ഏത് മാനസികാവസ്ഥയിലാണ് അത്ര ബുദ്ധി വരുന്നത്, എത്ര പ്രവർത്തിക്കുന്നത്? ഇത് അടൂരിൻ്റെ ഈ സമീപനം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട്, KR നാരായണ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായി ബന്ധപ്പെട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ അവിടുത്തെ ഡയറക്ടർ മോഹൻ ശങ്കറിൻ്റെ ജാതീയമായ സമീപനങ്ങൾക്കെതിരെ സമരം ഉയർത്തിയപ്പോൾ അന്നും അടൂർ ഈ നിലപാടെടുത്തത്. അന്ന് അധിക്ഷേപകരമായിട്ടുള്ള സാരിയുടെ താടമ്പരത്തോടെ വരുന്നവർ തള്ളാ തുടങ്ങിയ അപമാനകരമായ പ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ നടത്തി അടൂർ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അടൂർ കൺസിസ്റ്റൻ്റായി എടുക്കുന്ന നിലപാടുണ്ട്. ഈ കൺസിസ്റ്റൻ്റായ നിലപാട് അടൂരിൻ്റെ സിനിമയിലും വേറെയിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ അന്വേഷിക്കാൻ പാടില്ല. കാര്യം അടൂരിൻ്റെ സിനിമയുടെ പൊതുസ്വഭാവം നമുക്കറിയാം. അതിനകത്തൊരു ഫ്യൂഡൽ ഘടന, ഒരു ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെ പ്രതിഫലനം കാണാൻ പറ്റും. ഫ്യൂഡൽ ഇമേജുകൾ അതിൻ്റെ അകത്ത് ധാരാളമായിട്ട് കാണാൻ പറ്റും. ഇമേജിനെ ഞാൻ അതിനോട് ക്രിട്ടിക് അടൂർ നടത്തുന്നുണ്ടോ ചോദിച്ചാൽ ഒരു വളരെ ആ ക്രിട്ടിക് ഒരു എന്താ പറയുക, ഇന്നത്തെ ഒരു സാമൂഹ്യ നീതി രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന ക്രിട്ടിക്കല്ല അതിൻ്റെ അകത്ത് കാണുന്നത്. അതിനെ വേറെ ഒരു തരത്തിൽ ആദർശവൽക്കരിക്കുകയോ അതിൻ്റെ ഒരു അനുഭവങ്ങളെ പങ്കുവെക്കുകയോ ചെയ്യുന്ന തരത്തിലൊരു സവർണ്ണ ലോകം അല്ലെങ്കിൽ ഒരു നായർ ലോകമാണ് അതിൻ്റെ അകത്ത് അനാവരണം ചെയ്യപ്പെടുന്നത് നമുക്കറിയാം. ഞാൻ ആ വിശദാംശങ്ങളിൽ അടൂർ സിനിമയുടെ വിശദാംശങ്ങളിൽ പോകണം. കാര്യം അടൂർ സിനിമകൾ നമുക്ക് തള്ളിക്കളയേണ്ടല്ല. കാര്യം കേരള ചലച്ചിത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകൾ. ഇപ്പോൾ കൊടിയേറ്റവും മുഖാമുഖവും അതുപോലെ തന്നെ ഇരിപ്പത്തായം പോലെ സിനിമകളൊക്കെ വളരെ പ്രസക്തവും കേരളത്തിൻ്റെ പ്രധാന ഐക്കണിക് സിനിമകളെന്ന് വിളിക്കാവുന്നതാണ്. പക്ഷേ അവിടെയും നമ്മളതിന് വിമർശനാത്മക ഒരാൾ സമീപിക്കുമ്പോൾ, ആ ടെക്സ്റ്റിനെ നിർദ്ധാരണം ചെയ്യുമ്പോൾ, ആ ടെക്സ്റ്റിൻ്റെ അകത്തുള്ള ജാതി പ്രശ്നം പറയുമ്പോൾ അതിനെ അധിക്ഷേപകരമായിട്ട് കാണുന്നതിന് ആ ചെയ്ത വ്യക്തി അധിക്ഷേപിക്കുന്നതിന് പകരം ആ വിമർശനത്തെ ഗൗരവമായി ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ സെൻസിബിലിറ്റിയിൽ വന്ന മാറ്റം അടൂരിന് സംഭവിക്കുന്നില്ല. അടൂർ എവിടെയോ 90കളിലോ 80കളിലോ തൻ്റെ രാഷ്ട്രീയ സെൻസിബിലിറ്റി അവിടെ മരവിച്ച പോലെയാണ് ഇരിക്കുന്നത്. കാര്യം 90കൾക്ക് ശേഷം കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സെൻസിബിലിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ സ്വത്ത് രാഷ്ട്രീയമാണെങ്കിലും കേരള സൂക്ഷ്മ രാഷ്ട്രീയമാണ്. കേരളത്തിൽ ഉയർത്തിക്കൊണ്ട പുതിയ ഒരുപാട് രാഷ്ട്രീയമുണ്ട് സെൻസിബിലിറ്റി. സ്ത്രീകളുടേതായിക്കോട്ടെ, ദളിത് സമൂഹത്തിൻ്റെ ആയിക്കോട്ടെ, കീഴാളുടെ രാഷ്ട്രീയം ആയിക്കോട്ടെ, കേരളത്തിൽ വന്ന വലിയൊരു മാറ്റം അടൂർ ഉൾക്കൊള്ളാനായിട്ടില്ല. അപ്പോൾ അടൂർ എവിടെയോ ഏതോ മുഖാമുഖത്തിൻ്റെ കാലത്തിൽ, അടൂർ ഇപ്പോഴും മുഖാമുഖം നിൽക്കുന്നത് 80കളിലെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നത്. ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിച്ചിരുന്നൊരു കാലം, ആ കാലത്ത് അഭിമുഖീകരിച്ചാണ് അടൂർ ഇന്നും ജീവിക്കുന്നത്. അതിനപ്പുറം കേരളത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് പോയി, കേരളത്തിൻ്റെ സാമൂഹ്യ അനുഭവങ്ങൾ പോയി, പുതിയ തലമുറകൾ വന്നു, പുതിയ രാഷ്ട്രീയം വന്നു. അതുപോലെ സംഗീതത്തിലും സിനിമയിലും സിനിമയുടെ ആവിഷ്കാര രീതികളും ആഖ്യാനത്തിലൊക്കെ തന്നെ മാറ്റം വന്നു. പക്ഷേ അടൂർ ഇതൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ തിരിച്ചറിയാതെ അടൂരിൻ്റെ സെൻസിബിലിറ്റി പല എവിടെയോ സ്ഥലത്ത് നിൽക്കുന്നതിൻ്റെ പ്രശ്നം കൂടി ഇതിനകത്ത്. പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് കേരളത്തെ വലിയ സമൂഹത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് അത് മാറുന്നുള്ളതാണ്.